ഐഡിയ ആയിരിക്കാം, എയർടെൽ ആയിരിക്കാം, മറ്റു തരത്തിലുള്ള കമ്പനികളെല്ലാം ആയിരിക്കാം. കെ ഫോൺ 25 ലക്ഷം വീടിൽ സൗജന്യമായി കിട്ടുമ്പോ മക്കളും അച്ഛനും അമ്മയും എല്ലാം എത്ര ഫോൺ ഉപയോഗിച്ചാലും, എത്ര ലാപ്ടോപ്പ് ഉപയോഗിച്ചാലും, എത്ര ഐപാഡ് ഉപയോഗിച്ചാലും ഒറ്റ ബില്ലേ വരൂ, നമ്മളെല്ലാവരും കെ ഫോണിലേക്ക് മാറും. അതായത് എല്ലാ വീടിലും അതിവേഗതയുള്ള, ഈ രാജ്യത്ത് ഏറ്റവും വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും കെ ഫോണിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഐഡിയയുടെ ടവറുകൾ വെറുതെയാവും. അതുപോലെ വോഡാഫോണിന്റെ ടവറുകൾ, എയർടെലിന്റെ ടവറുകൾ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഓഫീസുകൾ, അതൊന്നും പ്രവർത്തനരഹിതമാകേണ്ടി വരും. കാരണം കസ്റ്റമേഴ്സ് ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകളെല്ലാം ആലോചിക്കുകയാണ്, ഈ കെ ഫോൺ വന്ന ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കെ ഫോണിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പണി നിർത്തി പോകേണ്ടി വരും. അതുകൊണ്ട് ബദൽ മാർഗം സ്വീകരിക്കണം. എന്താണ് ബദൽ? ഈ കെ ഫോൺ നടപ്പാക്കി ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കണം. അതിനുവേണ്ടി എന്താണ് മാർഗമെന്ന് കോർപ്പറേറ്റുകളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർക്ക്